ഹലോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാ മച്ചന്മാർക്കും ഡൂട്ട്സ് ആർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സിന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും നല്ല രീതിയിൽ തന്നെ ഹെഡ് ഷോട്ട് അടിച്ച് കളിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഫുൾ റെഡ് നമ്പേഴ്സ് ഒക്കെ കയറുന്ന രീതിയിൽ ഹെഡ് ഷോട്ട് അടിക്കാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗെയിം പ്ലേ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു പ്രോ പ്ലെയർ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഒന്ന് ഓളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. പാടട്ടെ എൽ പരിപ്പൻ എൽ പരിന്തൻ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല പ്രൊഫഷണൽ രീതിയിൽ ഹെഡ് ഷോട്ട് അടിച്ച് കളിക്കാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഗെയിം കളിക്കുമ്പോൾ എന്തെങ്കിലും കസ്റ്റമോ റാങ്കോ CS എന്തോ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ അബദ്ധത്തിൽ ഫുൾ റെഡ് ഒക്കെ കയറാറുണ്ട്. അതുകൊണ്ടങ്ങനെ പലപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വണ്ടാപ്പൊക്കെ കയറാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പോലും അറിയാതെ അങ്ങനെ ഹെഡ് ഷോട്ട് കയറാൻ കാരണം എന്താണെന്നറിയോ? ആ ഒരു സമയത്ത് നമ്മുടെ എയിമിംഗ് പൊസിഷനും ട്രാക്കിങ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം അറിയത്തില്ല. ആ ഒരു സമയത്തിൽ അബദ്ധത്തിൽ അത് സംഭവിക്കുന്നതാണ്. ആ ഒരു അബദ്ധത്തിൽ അങ്ങനെ കറക്റ്റായിട്ട് സംഭവിച്ച ആ ഒരു കാര്യം നമുക്ക് ആ ഒരു സംഭവം കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാമെങ്കിലാണ് നമ്മളൊരു പ്രോ പ്ലെയർ ആവുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഹെഡ് ഷോട്ട് അടിച്ച ആ ഒരു രീതിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഏതൊരു എനിമി എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഫുൾ റെഡ് അടിച്ചിടാൻ പറ്റും. ഒരു സ്ട്രെയിറ്റ് അനങ്ങാതെ നിൽക്കുന്ന ഒരു എനിമിനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്ത് ഹെഡ് ഷോട്ട് അടിച്ചിടാൻ പറ്റും. പക്ഷെ അങ്ങനെ നിൽക്കുന്ന എനിമിയെ പോലും ചിലരുടെ ഫോണിൽ ട്രാക്ക് ചെയ്ത് ഹെഡ് കയറില്ല, ജസ്റ്റ് ബോഡി പോയി ലോക്കായിട്ട് നിൽക്കും. ആ ഒരു കാര്യം അങ്ങനെ സംഭവിക്കുന്നത് അവരുടെ സെൻസിറ്റിവിറ്റിയുടെ കുഴപ്പമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പ്രോ പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഹെഡ് ഷോട്ട് ട്രിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കാര്യം 90% സിറ്റുവേഷൻസിലും വർക്കാവുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും എനിമിനെ ഹെഡ് അടിച്ചാലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ട്രെയിനിങ്ങിൽ കളിക്കുന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രോ പ്ലേയേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് എനിമിനെ ഹെഡ് ഷോട്ട് അടിച്ചിടുന്നത്. നമ്മളൊരു എനിമിനെ അടിക്കുമ്പോൾ ആ എനിമിനെ അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ക്രോസ് ഫെയർ അല്ലെങ്കിൽ ആ ഒരു എയിം എവിടെ ആയിരിക്കണമെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ട്രിക്കിൽ വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എയിം എപ്പോഴും നമ്മുടെ എനിമിയുടെ തലയുടെ മേളിലായിരിക്കണം. അപ്പോൾ ആ ഒരു എയിം എനിമിയുടെ മേളിലായിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കണം. അടുത്ത ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനിമിയുടെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു മിഡ് റേഞ്ചിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ റൊട്ടേഷൻ ട്രാക്ക് ചെയ്താൽ മതിയാവും. അതുകൊണ്ടൊക്കെ നല്ല ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ ജസ്റ്റ് ഡൗൺ ഔട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഹെഡിലോട്ട് മാത്രമായിരിക്കും നമ്മുടെ ഗണ്ണിൻ്റെ എയിം പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻസിറ്റിവിറ്റിയിലാണ്. ആ ഒരു സെൻസിറ്റിവിറ്റി ഒരിക്കലും ഫുൾ ഇടില്ല. അപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവുന്ന സെൻസിറ്റിവിറ്റി മാത്രം ഇടുക. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റുള്ള സെൻസിറ്റിവിറ്റിയും അതിനൊക്കെ മൊബൈലിലെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംഭവങ്ങൾ ഇടുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്ക് റീകോയിൽ കുറയും. ഇത് കണക്കാണ് ഈസി ആയിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ 1000-1500 രൂപയ്ക്ക് സെയിലാക്കുന്ന സെൻസി വെറും 250 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പുള്ളിക്കാരനെ പറ്റി പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ആ ഒരു ടെലഗ്രാമിൽ പുള്ളിക്കാരനെ മെസ്സേജ് ചെയ്താൽ വെറും 250 രൂപയ്ക്ക് നിങ്ങളുടെ മൊബൈലിന് പറ്റിയ കിടിലം സെൻസി സെറ്റാക്കി തരും. ഇതാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാനും പറ്റും. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർ മച്ചന്മാർ ആ ഒരു സെൻസി മേടിച്ചിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പോൾ നല്ല രീതിക്ക് ഹെഡ് കയറുന്നുണ്ട്. UMPക്കും ഉഡ്പക്കറിനൊക്കെ നല്ല രീതിക്ക് ഹെഡ് കയറുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് പറഞ്ഞായിരുന്നു. നമ്മുടെ സെൻസി മേടിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള മൊബൈലിനുള്ള ആ ഒരു സെൻസിറ്റിവിറ്റിയിൽ അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹെഡിലോട്ട് തന്നെ പോകും, റീകോ ഇല്ലാതെ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ 250 റുപ്പീസ് കൊടുത്ത് സെൻസി മേടിച്ചു. സെൻസി മേടിച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഗെയിമിലെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു സംഭവം വർക്കാവില്ല. കാരണം നമ്മുടെ ഒരു ഗെയിമിൻ്റെ സെൻസിറ്റിവിറ്റിയും അതിനൊക്കെ തന്നെ മൊബൈലിൻ്റെ സെറ്റിങ്സും ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് സെൻസിയും കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു പെയ്ഡ് സെൻസി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗെയിം പ്ലേ കളിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് എൻ്റെ സെൻസിറ്റിവിറ്റിയിൽ മാറ്റം വരുത്തുകയാണ്. ഓക്കെ, സെൻസിറ്റിവിറ്റി മാറ്റം വരുത്തി ആ ഒരു 30 റേഞ്ചിൽ ഇടുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ആ ഒരു ഗെയിം പ്ലേയിൽ എനിക്ക് ചേഞ്ച് കാണാൻ സാധിക്കും. ഓക്കെ, നല്ല രീതിക്ക് തന്നെ അത് റീകോയിലും കാര്യങ്ങളും അടിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ആ ഹെഡിലോട്ട് കയറാതെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. മുമ്പ് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആ ഒരു ഹെഡിലോട്ട് ലോക്ക് ആകുമായിരുന്നു. അപ്പോഴത്തേക്കും ഇതാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഇത് നമ്മുടെ ARKFF ഗെയിം പ്ലേ ആണ്. പുള്ളിക്കാരനും പെയ്ഡ് സെൻസി ഉപയോഗിച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, സെൻസി മേടിച്ചിട്ട് അതിനൊക്കെ തന്നെ ആ സെൻസിൽ പറഞ്ഞ രീതിയിൽ തന്നെ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വർക്കാവുന്നത്. ഇപ്പോൾ ആ എനിമിനെ അവിടെ ഫുൾ റെഡ് UMP അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ക്ലിപ്പ് നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് സ്ലോ മോഷനിൽ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സെയിം രീതിയിലാണ് പുള്ളിക്കാരൻ എയിം വെക്കുന്നതും അതിനൊക്കെ തന്നെ ട്രാക്ക് ചെയ്യുന്നതും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, പുള്ളിക്കാരൻ ഇവിടെ ഗ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു എനിമിനെ ഫുൾ റെഡ് UMPക്ക് ആ ഹെഡ് മാത്രം അടിച്ച് നോക്കാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ എയിം പോകുന്നു നോക്കാം. ഓക്കെ, ജസ്റ്റ് മേളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, എനിമിയുടെ മേളിൽ എയിം പോയിട്ടുണ്ട്. തിരിച്ച് വന്ന് ഡൗൺ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആ ഒരു ഹെഡിലോട്ട് തന്നെയാണ് ലോക്ക് ആയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ട്രിക്ക്. ഈ ഒരു ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ ആ ഒരു സെൻസിയും കൂടെ കൊണ്ടുപോയി ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ തന്നെ ഒരു ഹാക്കിൻ്റെ ആവശ്യമില്ലാതെ ഫുൾ റെഡ് അടിച്ച് കളിക്കാൻ പറ്റും. മൊബൈലിൽ നല്ല രീതിക്ക് തന്നെ മോണ്ടേജ് വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സിൻ്റെ ഗെയിമിൽ നിങ്ങൾ ജസ്റ്റ് സ്ലോ മോഷൻ ആയിട്ട് കണ്ടു നോക്കിയാൽ മതി. ഈ ഒരു സെയിം രീതിയിലായിരിക്കും അവർ എനിമീനെ അടിക്കുന്നത്.
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു പെയ്ഡ് സെൻസ് ഹെൽപ്പാക്കുക എന്ന് വെച്ചാൽ അതിനകത്തുള്ള സീക്രട്ട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ഹെഡിൽ ലോക്കായിട്ട് നിൽക്കും. നമുക്ക് റീകോ എന്ന് പറഞ്ഞ സംഭവം നല്ല രീതിക്ക് തന്നെ കുറയുന്നതായിരിക്കും. അപ്പോൾ റീകോ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഹെഡ് കയറും. അതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെഡ് അടിച്ച് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 1000-1500 രൂപ കൊടുത്തൊന്നും സെൻസി മേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സെൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെലഗ്രാം ID ജസ്റ്റ് മെൻഷൻ അടിച്ചേക്കാം. പുള്ളിക്കാരുടെ മെസ്സേജ് ജസ്റ്റ് വെറും 250 രൂപയ്ക്ക് നമ്മുടെ മൊബൈലിനുള്ള കിടില സെറ്റിങ്സ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.